തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ മറ്റൊരു പുതിയ കാണ്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സദ്ഗുരു നെറി എന്നാണ് ഈ കാണ്ഡത്തിൻ്റെ പേര്. സദ്ഗുരുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ചില പ്രത്യേകതകളാണ് ഈ കാണ്ഡത്തിൽ നാം കാണുന്നത്. നോക്കൂ, സ്വസ്വരൂപത്തെ നൽകും പൊരുളേ സദ്ഗുരുവായിടും, സ്വസ്വരൂപത്തെ കാട്ടി സദ്ഗുരുവായിരിക്കും. തത്വാതീതനായി നിന്ന് ജീവനെ ചേർന്ന് നിന്ന് ബന്ധത്തെ നിവർത്തിപ്പോനവനെ സദ്ഗുരുവാകും. ആരാണ് സദ്ഗുരു? നല്ല ഗുരു, ശ്രേഷ്ഠനായ ഗുരു ആരാണ് എന്ന് തിരുമൂലദേവൻ ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരുന്നു. സ്വസ്വരൂപത്തെ നൽകും പൊരുളേ സദ്ഗുരുവായിരിക്കും. സ്വസ്വരൂപം, സ്വന്തം സ്വരൂപത്തെ കാട്ടിത്തരുന്ന ദേവനായിരിക്കും സദ്ഗുരു. പൊരുളിനെ, സത്യത്തെ സാധകന് കാണിച്ചു കൊടുക്കുന്ന ഗുരുവാണ് സദ്ഗുരു. സ്വസ്വരൂപം, എന്താണ് ഈ സ്വസ്വരൂപം? തൻ്റേതായ രൂപം, തൻ്റേതായ സ്വരൂപം. എൻ്റെ സ്വരൂപം എന്താണ്? ശിവമാണ്. ആ ശിവസ്വരൂപത്തെ, എന്നിലെ ശിവരൂപത്തെ ആരാണോ എനിക്ക് കാണിച്ചു തരുന്നത് ആ പൊരുളാണ് സദ്ഗുരു. അപ്പോൾ സദ്ഗുരുവിന് വളരെ പ്രധാനപ്പെട്ട ഒരു നിർവചനം ഇവിടെ തിരുമൂലദേവൻ കൊടുക്കുകയാണ്. അതായത് ഞാൻ ആരാണ് എന്ന് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഗുരുവാണ് സദ്ഗുരു. തൻ്റെ സ്വരൂപം തന്നെയാണ് ശിഷ്യൻ്റെ സ്വരൂപമെന്നും തൻ്റെ സ്വരൂപം ശിവസ്വരൂപമാണ് എന്നും തിരിച്ചറിയുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന സദ്ഗുരുവാണ് ഇവിടെ സാധകന് അല്ലെങ്കിൽ ശിഷ്യന് സ്വരൂപം, തൻ്റേതായ രൂപം, അതായത് ശിവസ്വരൂപം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്നത്, ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആരാണോ എന്നിലെ ശിവനെ എനിക്ക് കാണിച്ചു തരുന്നത് ആ സദ്ഗുരുവാണ് യഥാർത്ഥ ഗുരു എന്നാണ് തിരുമൂലദേവൻ ഇവിടെ നമ്മളോട് പറയുന്നത്. നമുക്ക് നമ്മുടെ സ്വരൂപത്തെ അറിയില്ല, അത് മറഞ്ഞു കിടക്കുകയാണ്. ആ മറഞ്ഞു കിടക്കുന്ന സ്വരൂപത്തെ നീ തന്നെയാണ് ശിവസ്വരൂപം എന്ന് മനസ്സിലാക്കി തരുന്ന, ചൂണ്ടിക്കാണിച്ച് തരുന്ന ആ സദ്ഗുരുവാണ് യഥാർത്ഥ ഗുരു. സ്വസ്വരൂപത്തെ കാട്ടി സദ്ഗുരുവായിരിക്കും. അപ്പോൾ സ്വസ്വരൂപത്തെ കാട്ടിത്തരുന്നത് ആരാണോ, അതായത് എന്നിലെ ശിവസ്വരൂപത്തെ ആരാണോ എനിക്ക് കാണിച്ചു തരുന്നത് ആ ഗുരുവാണ് സദ്ഗുരു. പിന്നെ തത്വാതീതനായി നിന്ന് ജീവനെ ചേർന്ന് നിന്ന് ബന്ധത്തെ നിവർത്തിപ്പോനവനെ സദ്ഗുരുവാകും. എൻ്റെ ബന്ധത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നവനാണ് സദ്ഗുരു. അതായത് എന്നെ എൻ്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തത്വാതീതനായി നിൽക്കുന്ന എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ എനിക്ക് കാണിച്ചു തരികയാണ് സദ്ഗുരു ചെയ്യുന്നത്. അപ്പോൾ സദ്ഗുരു എന്താണ് ചെയ്യുന്നത്? ബന്ധത്തെ നിവർത്തിപ്പോനാണ്. അതായത് എല്ലാ ബന്ധങ്ങളിൽ നിന്നും എനിക്ക് മോചനം നൽകുന്ന, എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഗുരുവാണ് സദ്ഗുരു. അപ്പോൾ ഞാനിപ്പോൾ ബന്ധനത്തിൽ കിടക്കുകയാണ്. അതായത് ശിഷ്യൻ ബന്ധനസ്ഥനായി കിടക്കുകയാണ്. ഈ ബന്ധനസ്ഥനായി കിടക്കുന്ന ശിഷ്യനെ ബന്ധനത്തിൽ നിന്ന് മാറ്റി സ്വതന്ത്രനാക്കി
തത്വാതീതനാക്കി മാറ്റുക. എല്ലാ തത്വങ്ങൾക്കും നമ്മൾ നേരത്തെ കണ്ടതാണ്, പലപാട് കണ്ടതാണ്. 96 തത്വങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഈ 96 തത്വങ്ങൾക്കും ജ്ഞാന കർമ്മേന്ദ്രിയങ്ങൾക്കും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം തുടങ്ങിയ അനേകം തത്വങ്ങൾക്കും എല്ലാം അതീതനായി നിൽക്കുന്ന ശിവസ്വരൂപത്തെ എനിക്ക് ആരാണോ കാണിച്ചു തരുന്നത്, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ആരാണോ എന്നെ മോചിപ്പിക്കുന്നത്, ആ മോചനം നൽകുന്ന ഗുരുവാണ് സദ്ഗുരു. അപ്പോൾ ബന്ധനങ്ങളിൽ നിന്ന് മോചനം കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. സംസാരമാകുന്ന ബന്ധനത്തിൽപ്പെട്ട് ഞാൻ ബന്ധനസ്ഥനായി കിടക്കുകയാണ്. ആ ബന്ധനസ്ഥനായ എന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിലേക്ക്, തത്വാതീതമായ ലോകത്തിലേക്ക്, ശിവലോകത്തിലേക്ക് എന്നെ ആനയിക്കുന്നത് സദ്ഗുരുദേവനാണ്. നോക്കൂ, കാരിരുമ്പ് അതേ നല്ല കനകവുമാമെന്നാലും കാരിരുമ്പാകുന്നില്ല കനകം പിന്നൊരിക്കലും. ലക്ഷ്യത്തെ നോക്കുമ്പോഴേ തിരുവരുളുണ്ടായിടും, ലക്ഷ്യം പ്രാപിച്ച് പുനർജന്മവും ഒഴിഞ്ഞിടും. കാരിരുമ്പ് അതേ നല്ല കനകവുമെന്നാലും കാരിരുമ്പാകുന്നില്ല കനകം പിന്നീടൊരിക്കലും. അതായത് കാരിരുമ്പ് കാലക്രമേണ അല്ലെങ്കിൽ നിരന്തരമായ അതിൻ്റെ സാധന കൊണ്ട്, അതായത് കാരിരുമ്പിനെ നിരന്തരം നമുക്ക് ശോധന ചെയ്ത് അതിനെ കനകമാക്കി മാറ്റാൻ പറ്റും. ഇരുമ്പിനെ കനകമാക്കി സ്വർണ്ണമാക്കി മാറ്റാൻ പറ്റും. പക്ഷേ അത് സ്വർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ, കനകത്തെ, സ്വർണ്ണത്തെ നമുക്ക് പിന്നെ പഴയ രൂപത്തിലേക്ക്, അതായത് ഇരുമ്പിൻ്റെ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റില്ല. ഇത് ബാഹ്യമായ ഒരു അലങ്കാര കൽപ്പനയാണെങ്കിലും ഇത് ആ കാലഘട്ടത്തിൽ, തിരുമൂലദേവൻ്റെ കാലഘട്ടത്തിൽ നടന്നിരുന്ന ഒരു ശാസ്ത്രീയ സ്വഭാവം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത് ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റുന്ന വിദ്യ പലപ്പോഴും ഈ ശൈവസിദ്ധന്മാർക്ക് പരിചിതമായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് പല വിധികളെപ്പറ്റി അവർ പറയുന്നുണ്ട്. കറ്റാമര ഉപയോഗിക്കുന്നതും മറ്റും അവർ പറയുന്നുണ്ട്. അങ്ങനെ പലതരം ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചും മറ്റും അതിൻ്റെ ചാറിൽ പാകം ചെയ്ത് ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ അതിപ്രാചീന കാലത്ത് തമിഴകത്ത് ശൈവസിദ്ധന്മാർ രൂപപ്പെടുത്തിയെടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ പലപ്പോഴും ഈ 18 സിദ്ധന്മാരുടെ കവിതകളിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ചേരുവകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റുക എന്നുള്ള ചില ചേരുവകളൊക്കെ അതിൽ വിവരിക്കുന്നുമുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് പരീക്ഷണ നിരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല, ആധുനിക കാലത്തും നടത്തിയിട്ടില്ല. അപ്പോൾ അതിൽ പറയുന്ന പല ഔഷധ സസ്യങ്ങളും ഇപ്പോൾ എന്താണെന്ന് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല. അതിലൊരു കറ്റാമര എന്ന് പറയുന്ന ഒരു ഔഷധത്തെ പറ്റി ഈ സിദ്ധർപാടലുകളിൽ പറയുന്നുണ്ട്. ഈ കറ്റാമര എന്താണ്, അത് എവിടെയാണ് എന്നൊന്നും അറിയില്ല. മരുതമലയിൽ ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കറിയില്ല. ശിവവാക്യരുടെ ജീവിതത്തിൽ തന്നെ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ശിവവാക്യരില്ലാതിരുന്ന സമയത്ത് ആ ദരിദ്രമായ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇരുമ്പിനെ, ചെമ്പ് കമ്പികൾ, ഇരുമ്പല്ല ചെമ്പ് കമ്പികളെ സ്വർണ്ണമാക്കി മാറ്റി എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ ഇരുമ്പിനെ പറ്റിയാണ് പറയുന്നത്. ഇരുമ്പും അതേ നല്ല കനകവുമാകും, പക്ഷേ കാരിരുമ്പാകുന്നില്ല കനകം പിന്നൊരിക്കലും. കനകമായി മാറിക്കഴിഞ്ഞാൽ, ഒരു ഇരുമ്പ് സ്വർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ ആ സ്വർണം അതിൻ്റെ പഴയ രൂപമായ ഇരുമ്പിലേക്ക് ഒരിക്കലും തിരിച്ചു പോകില്ല. അതുപോലെ മനുഷ്യനായ വ്യക്തി ശിവത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശിവത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു പോകലുണ്ടാവില്ല. പിന്നെ ശിവത്വത്തിൽ തന്നെ നിരന്തരം ജീവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സദ്ഗുരു ചെയ്യുന്നത് മനുഷ്യനെ ശിവനാക്കി മാറ്റുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്.
ശവത്തെ ശിവമാക്കി മാറ്റുന്ന ഒരു അത്ഭുത പ്രക്രിയയാണ് ഒരു സദ്ഗുരു ചെയ്യുന്നത്. നമ്മളിപ്പോൾ ജഡശരീരമാണ്, അതിനെ നാം എന്താ പറയുക, ശവം. ജീവനില്ലെങ്കിൽ അതിനെ ശവം എന്നാണ് വിളിക്കുക. അപ്പോൾ ജീവനില്ലാത്ത ശവത്തെ ശിവമാക്കി മാറ്റുന്നത് ആരാണ്? സദ്ഗുരുവാണ്. ശവം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പശുത്വം എന്ന ആ ഭാവമാണ്. പശുത്വത്തിൽ നിന്ന് പതിത്വത്തിലേക്ക്, അതായത് പശുവിൽ നിന്ന് പതിയിലേക്ക് ഒരു സാധകനെ മാറ്റുന്നത് സദ്ഗുരുവാണ്. അപ്പോൾ പശുവിനെ പതിയാക്കുന്ന രാസവിദ്യ നടത്തുന്ന രാസവിദഗ്ധനാണ് നമ്മുടെ സദ്ഗുരു. പിന്നെ ലക്ഷ്യത്തെ നോക്കുമ്പോഴേ തിരുവരുളുണ്ടായിടും. ലക്ഷ്യമായ പതിത്വത്തിലേക്ക്, അതായത് ലക്ഷ്യമായ പതിയിലേക്ക്, ലക്ഷ്യമായ ശിവനിലേക്ക് നോക്കുമ്പോഴേ തിരുവരുളുണ്ടായിടും. സദ്ഗുരുവിൻ്റെ അരുള്, ശിവൻ്റെ അരുള് ആ സാധകനുണ്ടാകും. പിന്നെ ലക്ഷ്യം പ്രാപിക്കും. അപ്പോൾ ഇവിടെ ഒരു സാധകൻ ശവത്തിൽ നിന്ന് ശിവമായി മാറുമ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ തന്നെ ശിവ അരുൾ അയാൾക്ക് കിട്ടും. അപ്പോൾ ഒരു യഥാർത്ഥ സാധകന് അയാളുടെ ഈ ആത്മീയ യാത്രയിൽ തുണയായി നിൽക്കുന്നത് ശിവൻ്റെ അല്ലെങ്കിൽ സദ്ഗുരുവിൻ്റെ അരുള്, അനുഗ്രഹമാണ്. സദ്ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഒരു സാധകന് പശുത്വത്തിൽ നിന്ന് ശിവത്വത്തിലേക്ക്, പതി എന്ന ഭാവത്തിലേക്ക് ഉയരാൻ കഴിയും. അപ്പോൾ ആ പശുഭാവം മാറി ശിവഭാവം, അതായത് പതിഭാവം ലഭിക്കും. അങ്ങനെ ലക്ഷ്യത്തിലെത്തിച്ചേരും. ഇനി നോക്കൂ, അൻപിനോടൊട്ടി നിൽക്കും നിർമ്മലൻ, മലമറ്റോരൻപിനെ ആർക്കുമേകും വല്ലഭൻ മഹാശുദ്ധൻ ശാശ്വതൻ നിരാധാരൻ തത്വങ്ങൾക്കെല്ലാം നാഥൻ ഈശ്വരൻ തന്നെ സാക്ഷാൽ ഗുരു. അപ്പോൾ ആരാണ് സാക്ഷാൽ ഗുരു? ഈശ്വരൻ തന്നെ, ശിവൻ തന്നെ, സാക്ഷാൽ ദക്ഷിണാമൂർത്തി തന്നെയാണ് സദ്ഗുരു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ഒന്നാമത്തെ പ്രത്യേകത അൻപിനോടൊട്ടി നിൽക്കും. അൻപ് സ്നേഹം, സ്നേഹം തന്നെയാണ് സദ്ഗുരു. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു സദ്ഗുരുവിൻ്റെ പ്രഥമ ലക്ഷണം, പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അൻപാണ്, സ്നേഹമാണ്. ലോകത്തെ മുഴുവനും സ്നേഹിക്കാനുള്ള കഴിവ് ആർക്കാണോ ഉള്ളത് അയാൾ സദ്ഗുരു തന്നെയായിരിക്കും. ലോകത്തെ മുഴുവനും സ്നേഹിക്കുന്ന ഒരു ഗുരു സദ്ഗുരുവായിരിക്കും. കാരണം അൻപേ ശിവം, അൻപ് സ്നേഹം തന്നെയാണ് ശിവം. എല്ലാത്തിലും നിറഞ്ഞു കവിയുന്ന ആ ശിവ ഇമ്പം സാക്ഷാത്കരിച്ച ഒരു ഗുരു സദ്ഗുരുവാണ്. അപ്പോൾ സദ്ഗുരുവിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷണം അൻപ്, സ്നേഹമായിരിക്കും. പിന്നെ നിർമ്മലനായിരിക്കും, മലമില്ലാത്തവനായിരിക്കും. അതായത് 3 മലങ്ങളും, ആണവം കർമ്മം മായ 3 മലങ്ങളും മാറി പരിശുദ്ധമായ ശിവത്വത്തിൽ ലയിച്ചിരിക്കുന്നവനായിരിക്കും സദ്ഗുരു. പിന്നെ മലമറ്റവൻ, എല്ലാ മലങ്ങളും പോയവൻ, അതുകൊണ്ടാണ് നിർമ്മലൻ എന്ന് വിളിക്കുന്നത്. പിന്നെ അൻപിനെ ആർക്കുമേകും വല്ലഭൻ, ആ വല്ലഭനായ സദ്ഗുരു എങ്ങനെയുള്ളവനാണ്? എല്ലാവർക്കും അൻപ്, സ്നേഹം പകരുന്നവനാണ്. അപ്പോൾ ഒരു സദ്ഗുരുവിൻ്റെ യഥാർത്ഥ ലക്ഷണം എന്ന് പറയുന്നത് അൻപ് ഉള്ളവനായിരിക്കും. പിന്നെ കാണുന്നവർക്കെല്ലാം, അദ്ദേഹത്തെ സമീപിക്കുന്നവർക്കെല്ലാം, അദ്ദേഹത്തെ ദർശിക്കുന്നവർക്കെല്ലാം അൻപിനെ ആർക്കും നൽകുന്നവനായിരിക്കും, സ്നേഹത്തെ ആർക്കും വാരിക്കോരി കൊടുക്കുന്നവനായിരിക്കും. അപ്പോൾ ഒരു സദ്ഗുരു കൊടുക്കുന്നത് എന്താണ്? ശിവ അൻപാണ്, ശിവസ്നേഹമാണ്. നമുക്കൊരു സദ്ഗുരുവിനെ തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഇല്ല. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സദ്ഗുരുവിൻ്റെ അടുത്തേക്ക് നാം ചെന്ന് ചേരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സദ്ഗുരുവിനെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം വിശ്വസ്നേഹം കൊണ്ട് നിറയുന്നതായിട്ടൊരു അനുഭവം ഉണ്ടാകും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ആ ഗുരു സദ്ഗുരുവായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം.
കാരണം ആ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമ്മിൽ ഒരു മഹാസ്നേഹത്തിൻ്റെ ഒരു പ്രവാഹം എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അൻപ് തന്നെയായി നമ്മൾ മാറും. അപ്പോൾ സ്നേഹം തന്നെയായി മാറുന്നൊരവസ്ഥ. അങ്ങനെ സ്നേഹം പകരാൻ കഴിയുന്ന ഗുരു, ആ ഗുരുവിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവും സ്നേഹവും ഒക്കെ തോന്നും. ഇങ്ങനെയുള്ള വികാരങ്ങളെല്ലാം ഹൃദയം നിറഞ്ഞ് കവിയുന്നതായിട്ട് അനുഭവപ്പെടും. ശാന്തി, സമാധാനം, അതുപോലെ സംതൃപ്തി, സന്തോഷം. ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. അതേ വരുന്നു മോളെ.